ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പൊ നമ്മുടെ മിഡ് വീക്ക് എവിക്ഷൻ അല്ല, മിഡ് വീക്ക് സസ്പെൻഷന്റെ ആദ്യ ടാസ്കിൽ തന്നെ നമ്മുടെ കോമണർ ആയിട്ടുള്ള അനീഷിന് വൻ തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു കോയിൻ ടാസ്ക്, അതായത് ആദ്യത്തെ ടാസ്ക് തന്നെ ഒരു കോയിൻ കളക്ട് ചെയ്യാനുള്ള ടാസ്ക് ആയിരുന്നു. ആ ഒരു ടാസ്കിൽ 3 കോയിൻ മാത്രം കളക്ട് ചെയ്ത് ഏറ്റവും പിറകിലാണ് അനീഷ്. ഇപ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയത് അനുമോളും അതുപോലെ തന്നെ അപ്പാനി ശരത്തുമായിരുന്നു. നമുക്കപ്പോൾ ഈ ഒരു മിഡ് വീക്ക് സസ്പെൻഷനുള്ള 6 കണ്ടസ്റ്റൻസും അവർക്ക് കൊടുത്ത ടാസ്കിനെ പറ്റിയും ഒന്ന് നോക്കാം. അപ്പോൾ ഇവർക്ക് കൊടുത്ത ടാസ്കിന്റെ പ്രൊമോയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പ്രേക്ഷകർ കണ്ടിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന്റെ ലൈവ് കണ്ടവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, ആ ഒരു മഡ് ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു ചെളിയിൽ കിടക്കുന്ന കോയിൻ കളക്ട് ചെയ്യുക എന്നതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ബിഗ് ബോക്സ് ഒരു ബോക്സിനകത്ത് സേഫ്റ്റി ഗിയേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ബോക്സ് ലോക്ക് ചെയ്തിട്ട് ആ ലോക്കിന്റെ കീ വേറൊരു കളർ ബോക്സിനുള്ളിൽ, കളർ വെള്ളം ഒഴിച്ച ഒരു ബോക്സിനുള്ളിൽ ഇട്ടിട്ടുണ്ട്. കീ എന്ന് പറയുമ്പോൾ 3-4 കീസ് ഉണ്ട്. ആ ഒരു കീസ് പ്രോപ്പർ ആയിട്ടുള്ള അതിന്റെ കറക്റ്റ് കീസ് ഈ ഒരു കളർ വെള്ളം ഒഴിച്ചിരിക്കുന്ന ബോക്സിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് ഈ ഒരു സേഫ്റ്റി ഗിയേഴ്സ് അടങ്ങിയ ബോക്സിന്റെ ലോക്ക് കറക്റ്റ് ആയിട്ട് തുറന്നിട്ട് ആ ഒരു സേഫ്റ്റി ഗിയേഴ്സ് അണിഞ്ഞിട്ട് വേണം ഇവര് ഈ ചെളിക്കകത്ത് പോയിട്ട് ഈ കോയിൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ മിഡ് വീക്ക് എവിക്ഷനുള്ള കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ 2 കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഇവര് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശരത്തും അനുമോളുമാണ് വന്നതെങ്കിൽ രേണ ഫാത്തിമേനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജിസേലും ആര്യനും എത്തി. അതുപോലെ തന്നെ രേണു സുധീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിന്നിയും ഷൈറ്റിയും, അതുപോലെ ഒനീൽ സാബുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഷാനവാസും അക്ബർ ഖാനും, ഷാരികേനെ സപ്പോർട്ട് ചെയ്യാൻ ബിന്നിയും ആദില നോറയും, അതുപോലെ സരികേനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെവിനും അഭിശ്രീയും എത്തി. അപ്പോൾ ഇവരൊക്കെയാണ് ഈ ഒരു മിഡ് വീക്ക് എവിഷനിൽ അല്ലെങ്കിൽ മിഡ് വീക്ക് സസ്പെൻഷനിലുള്ള കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയ കണ്ടസ്റ്റൻസ്. അപ്പം ഈ ഒരു കോയിൻ കളക്ട് ചെയ്യുന്ന ടാസ്കിൽ നമ്മുടെ അനീഷിന്റെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയ നമ്മുടെ അപ്പാനി ശരത്തും അനുമോളും ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് വാചകവും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം തന്നെ കീ എടുത്ത്, ആദ്യം തന്നെ ലോക്ക് തുറന്ന്, ആദ്യം തന്നെ കോയിൻസ് എടുക്കും എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നു. പക്ഷേ ടാസ്ക് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഈ ബോക്സ് തുറക്കാൻ പറ്റുന്നില്ല, ഇവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള കീ കിട്ടുന്നില്ല. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം ലോക്കും തുറന്ന് ഈ ഒരു ചെളിക്കുള്ളിൽ പോയി കോയിൻസ് എല്ലാം കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടും ഇവർ ഈ ലോക്ക് തുറക്കാൻ സാധിക്കുന്നില്ല. അവരൊക്കെ അത്യാവശ്യം കളക്ട് ചെയ്ത് വന്നതിന് ശേഷം മാത്രമാണ് ഇവർക്ക് ഈ ലോക്ക് തുറക്കാൻ സാധിച്ചത്. ഏറ്റവും അവസാനം ലോക്ക് തുറന്നതിനുള്ളിൽ പോയി ഒടുവിൽ ഒരു 2-3 കോയിൻസ് ആണ് ഇവർക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചത്. ആദ്യ ടാസ്കിൽ തന്നെ നമ്മുടെ കോമണർ ആയിട്ടുള്ള അനീഷിന് വൻ തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത് മുന്നോട്ടുള്ള അനീഷിന്റെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ള യാത്രയ്ക്ക് കുറച്ച് പ്രോബ്ലം വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. കാരണം ഇനിയും ടാസ്കുകൾ ഉണ്ടെങ്കിൽ പോലും തുടക്കം തന്നെ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണല്ലോ. എന്നിരുന്നാൽ പോലും ഇനിയും ടാസ്കുകൾ ഉണ്ട്, മുന്നിലേക്ക് കയറി വരാൻ അവസരങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ടാസ്കിൽ, ഫസ്റ്റ് ടാസ്കിൽ ആരൊക്കെയാണ് മുന്നിൽ വന്നിരിക്കുന്നതെന്നും അവരുടെ പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയിരിക്കുന്നതെന്ന് പറയുന്നത് രേണ ഫാത്തിമയാണ്. 6 പോയിന്റ്സ് നേടി. ജിസേലും ആര്യനും കൂടെ 15 പോയിന്റ്സ് ആണ് രേണ ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ട് കളക്ട് ചെയ്തത്. അങ്ങനെ 6 പോയിന്റ്സ് ആദ്യ ടാസ്കിൽ രേണ ഫാത്തിമ നേടിയിട്ടുണ്ട്. അടുത്തത് രണ്ടാമതായിട്ട് സരികയാണ്. നെവിനും അഭിശ്രീയും ചേർന്ന് 14 പോയിന്റ്സ് ആണ് കളക്ട് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് 5 പോയിന്റ്സുമായിട്ട് രണ്ടാമതുണ്ട് സരിക. മൂന്നാമതായിട്ട് രേണു സുധിയാണ്. ബിൻസിയും ഷൈത്തിയും ചേർന്ന് 13 പോയിന്റ്സ് ആണ് കളക്ട് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് 4 പോയിന്റ്സുമായിട്ട് രേണു സുധി മൂന്നാമത് നിൽക്കുകയാണ്. അടുത്തത് ഷാനവാസും അക്ബർ ഖാനും ചേർന്ന് 12 പോയിന്റ്സ് കളക്ട് ചെയ്ത് ഒനീൽ സാബും 3 പോയിന്റ്സുമായിട്ട് നാലാമതുണ്ട്. അടുത്തത് 9 പോയിന്റ്സ് മാത്രം കളക്ട് ചെയ്ത് 5ാം സ്ഥാനത്ത് ഷാരികയാണ് 2 പോയിന്റ്സുമായിട്ട്. ബിന്നിയും ആദില നോറയും ചേർന്ന് 9 പോയിന്റ്സ് മാത്രമേ അവർക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഏറ്റവും ലാസ്റ്റ് 3 കോയിൻ മാത്രം കളക്ട് ചെയ്ത് അനീഷാണ്. ശരത്തും അനുമോളും ചേർന്ന് 3 കോയിൻസ് മാത്രമേ നമ്മുടെ അനീഷിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തുള്ളൂ. അതുകൊണ്ട് 1 പോയിന്റ്സുമായിട്ട് ഏറ്റവും അവസാനമാണ് അനീഷ് നിലവിൽ നിൽക്കുന്നത്. സോ ഇനി വരും ദിവസങ്ങളും എല്ലാ ദിവസവും ഓരോ ഗെയിംസ് കണ്ടേക്കാം. നാളെയും വ്യാഴാഴ്ചയും ഓരോ ഗെയിംസ് കണ്ടേക്കാം. ഇനി വെള്ളിയാഴ്ച ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്താണെന്നുണ്ടെങ്കിൽ പോലും വെള്ളിയാഴ്ച ആയിരിക്കും ഈ ഒരു മിഡ് വീക്ക് സസ്പെൻഷൻ നടത്താനാണെന്നുണ്ടെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മിഡ് വീക്ക് സസ്പെൻഷൻ എന്ന് പറയുമ്പം എവിക്ഷൻ അല്ല, ബട്ട് ഈ പറയുന്നത് പോലെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മാറി ക്യാമറയൊന്നും ഇല്ലാത്ത ഒരു വെട്ടവും വെളിച്ചമൊന്നും ഇല്ലാത്ത ഒരു തനിച്ച് കിടക്കുന്ന ഒരു റൂമിലേക്കായിരിക്കും ഇവർ 2 കണ്ടസ്റ്റൻസിനെ മാറ്റുന്നത്. ഏറ്റവും കുറച്ച് പോയിന്റ്സ് നേടുന്നത് 2 കണ്ടസ്റ്റൻസിനെ മാറ്റുന്നത്. അത് കഴിഞ്ഞ് ഇവർ പിന്നീട് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റുകയില്ല. താൽക്കാലികമായി
അവരെ സസ്പെൻഡ് ചെയ്യും. പിന്നീട് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞോ അല്ലെങ്കിൽ 3-4 ദിവസം കഴിഞ്ഞോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് മുതൽ അവർ തിരിച്ചെത്തിയേക്കാം. അപ്പം അതിന്റെയൊക്കെ പ്രൊസീജിയറും കാര്യങ്ങളും ബിഗ് ബോസിന് മാത്രമേ അറിയത്തുള്ളൂ. കാരണം ഈ ഒരു സീസണിൽ മൊത്തം 7ന്റെ പണിയാണല്ലോ. എന്തായാലും അനീഷിനെ സംബന്ധിച്ച് ഇത്രയും പൊരുതി നിന്നു, ഒറ്റയ്ക്ക് പൊരുതി 18 കണ്ടസ്റ്റന്റ് അല്ലെ 19 കണ്ടസ്റ്റന്റ്സിനെതിരെ ഒന്നിച്ച് നേരിട്ട് അവരെ എതിർത്ത് ഇത്രയും ദിവസം നിന്നിട്ട് ഒരു ഭാഗ്യ പരീക്ഷണത്തിന്റെ ടാസ്കിലേക്ക് വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ സപ്പോർട്ട് വേണ്ടി വരേണ്ട ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ ആൾക്ക് അടിപതറുകയും അല്ലെന്നുണ്ടെങ്കിൽ തിരിച്ചടികൾ നേരിടേണ്ട ഒരു അവസ്ഥയും വരികയാണ്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. പേഴ്സണലി ആള് കുറച്ച് വെറുപ്പീരും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആള് വേണമെന്നാണ്. അത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും പ്രേക്ഷകരെ എവിക്റ്റ് ചെയ്തു കൊള്ളട്ടെ, അല്ലാതെ ഒരു രീതിയിൽ പുള്ളിയെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മാറ്റേണ്ട, പുള്ളി അവിടെ തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം കുറെ വാഴയായിട്ട് നിൽക്കുന്ന കുറെ കണ്ടസ്റ്റൻസിലും എത്രയോ ബെറ്റർ ആണ് ഇത്രയും കണ്ടസ്റ്റൻസിനെ എതിർത്ത് വെറുപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അവിടെ ആള് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. സോ നമുക്ക് നോക്കാം വരും ദിവസങ്ങളിലെ ടാസ്കുകളിലൊക്കെ എങ്ങനെയായിരിക്കും നമ്മുടെ അപ്പാനി ശരത്തും അനിമോളും നമ്മുടെ അനീഷിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതെന്നും, അതുപോലെ ഈ ഒരു മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കിൽ ആരായിരിക്കും ജയിക്കുന്നത്, അല്ലെങ്കിൽ ആരായിരിക്കും ഏത് 2 കണ്ടസ്റ്റൻസ് ആയിരിക്കും ഈ ഒരു സസ്പെൻഷൻ ബിഗ് ബോസ് ഹൗസിന് വെളിയിലേക്ക് പോകേണ്ടി വരിക, ഇതിന്റെയൊക്കെ ഒരു അഭിപ്രായം നിങ്ങൾ പ്രേക്ഷകരും കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ആര് വരണമെന്നാണ് താല്പര്യം, ആര് പോകണമെന്നാണ് താല്പര്യം എന്നതൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.